ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക പറഞ്ഞത് പ്രകാരം വക്കീലിനെ കാണാനായി ഇറങ്ങുകയാണ് സ്നേഹയും അവന്തികയും. അതേസമയം അർച്ചന താഴേക്ക് വരികയാണ്. നീ ഇവരുടെ കൂടെ എങ്ങോട്ടേക്ക് പോകുന്നെന്ന് അർച്ചന ചോദിക്കുമ്പോൾ, അതെന്താ, സ്നേഹയെ കൊണ്ടുപോകാൻ എനിക്കെന്താ ഒരു അവകാശവുമില്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ അവളുടെ ഏട്ടൻ്റെ ഭാര്യയല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ, ആ അവകാശം വെച്ച് തന്നെയാണ് ഞാനും ചോദിച്ചതെന്ന് അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ ദേഷ്യത്തോട് പറയുകയാണ്, ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കെന്താ? എന്താണെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ പോക്ക് നിങ്ങൾക്കത്ര നല്ലതിനായിരിക്കില്ല. പോയിട്ട് വരുമ്പോഴേക്കും എല്ലാം മനസ്സിലായിക്കൊള്ളുമെന്ന് പറഞ്ഞ് അവധിയെ കൂട്ടിക്കൊണ്ട് സ്നേഹ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അർച്ചനയാണ്. അതേസമയം മാഷും കമലയും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നിന്റെ അച്ഛൻ എന്തോ കുഞ്ഞിനെ പറ്റി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നതെന്ന് കമല പറയുമ്പോൾ മാഷ് പറയുകയാണ്, അതെ, ശരി തന്നെയാ. എന്നാൽ മാഷിൻ്റെ മുഖത്തെ ടെൻഷൻ കാണുന്നു അർച്ചന പറയുകയാണ്, അച്ഛാ, എനിക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. അച്ഛന് ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് സമാധാനമില്ലാത്തത് കൊണ്ടല്ലേ അച്ഛനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ്, നീ പറയുന്നത് ശരി തന്നെയാ മോളെ. എനിക്ക് അവിടെ നിന്നിട്ട് ഒരു സമാധാനവുമില്ലായിരുന്നു. എൻ്റെ മാഷേ, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് മീര വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ, എന്നാലും എനിക്കിരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ലെന്ന് മാഷ് പറയുന്നു. അല്ല മോളെ, കുഞ്ഞിനൊരു പേരിടണ്ടേ എന്ന് മാഷ് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഇവളെ എല്ലാവരും മാളു എന്നാ വിളിക്കുന്നതെന്ന് അർച്ചന പറയുന്നു. മാളുവും മാലുവും നല്ല പേര് തന്നെയെന്ന് മാഷ് പറയുകയാണ്. എന്നാലും എത്രയും പെട്ടെന്ന് നമുക്ക് കുഞ്ഞിന് മറ്റൊരു പേര് തന്നെ കണ്ടെത്തണം. രശ്മിയെന്നോ അങ്ങനെ ഏതെങ്കിലും പേര്. എൻ്റെ മാഷേ, ഇതൊക്കെ നമ്മുടെ പിള്ളേർക്കിടാൻ വേണ്ടി കണ്ടുവച്ചിരുന്ന പേരില്ലേ എന്ന് കമല ചോദിക്കുകയാണ്. അതെ, അത് തന്നെയാ, ഇവർക്കും ഇടാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു കൊച്ചുമോൾക്കെങ്കിലും ഇടാമെന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിൽക്കുന്ന കമലയും അർച്ചനയുമാണ്. അതേ മോളെ, അച്ചു, ഞങ്ങളുടെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട്. അത് ഞങ്ങൾ രണ്ട് കൊച്ചുമകളുടെയും പേരിൽ എഴുതി വെച്ചാലെന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് കമല പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അമ്മയുടെ ടെൻഷനൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മോളെ എനിക്ക് എത്ര വർഷം വളർത്താൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ലമ്മേ. ശിവരാമേട്ടൻ ഒരവകാശം ചോദിച്ചു വരുന്നത് വരെ മാത്രമേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോവുകയുള്ളൂ. എനിക്ക് കിട്ടിയതെല്ലാം സ്ഥിരമല്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്നും അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മാഷും ആതിരയും കൂടി കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതാണ്. അതേസമയം കമലയും അർച്ചനയും കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. സമയം കിട്ടുമ്പോൾ 2 ദിവസം നീയും ആതിരയും കുഞ്ഞുങ്ങളും കൂടി അവിടെ വന്ന് നിൽക്കണമെന്ന് കമല പറയുമ്പോൾ സമ്മതം മൂളുകയാണ് അർച്ചനയും ആതിരയും. പെട്ടെന്ന് തന്നെ കുഞ്ഞ് മാഷിൻ്റെ മടിയിൽ മൂത്രമൊഴിക്കുകയാണ്. അച്ഛാ, ഞാനിപ്പോൾ തുണി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ആതിര പറയുകയാണ്, ഇപ്പോഴാ അച്ഛാ, അമ്മേ, ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്നത്. ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ചേച്ചിയുടെ അടുത്തുനിന്ന് മാറ്റി നിർത്താനേ പാടില്ലായിരുന്നു. മോളെ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, നീ അതൊക്കെ വിട്ടേക്ക്. എന്ത് കാര്യം വന്നാലും നീ നിൻ്റെ ചേച്ചിയുടെ ഒപ്പം തന്നെ ഉറച്ചു നിൽക്കണമെന്ന് കമല പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് സ്നേഹയും അവന്തികയും കൂടി വക്കീലിനെ കാണാനായി എത്തിയിരിക്കുന്നതാണ്. അങ്ങനെ വക്കീൽ വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം സ്നേഹ എടുത്ത് ചോദിക്കുകയാണ്. എൻ്റെ അമ്മയുടെ പ്രോപ്പർട്ടി ആയിരുന്നു, അമ്മ മരിച്ചതിന് ശേഷം അച്ഛന് കൈമാറിയതാണെന്ന് സ്നേഹ പറയുമ്പോൾ, എന്നാൽ അതൊരു പോയിൻ്റാണെന്നും അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്കെല്ലാവർക്കും തുല്യ അവകാശമാണെന്നും നമുക്ക് സ്റ്റേ ഓർഡർ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാമെന്നും പറഞ്ഞ് വക്കീല് അവിടെ നിന്ന് പോകുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഏട്ടത്തിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് സ്നേഹ. ഒരു ദത്തുപുത്രിയെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു വിധത്തിലും ആ കൊച്ചിൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതാനായി ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുകയാണ് സ്നേഹ. അതേസമയം ഇവരുടെ സംസാരമെല്ലാം മറഞ്ഞു നിന്ന് ഒരാൾ കാണുകയും ആരെയോ ഫോണിൽ വെച്ച് അറിയിക്കുകയും ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.